ദുഃഖങ്ങളകറ്റുവാൻ ഒഴുകിയിടുമമ്പരഗംഗയും ഹൃക്കുരും നിലെനിക്കു കാണണമെപ്പോഴും ഗുഹപാഹി മറുവാർമതിയോടെതിർത്തു ജയിച്ചിടും തിരുനെറ്റിമേൽ ആറിലും മദനം പൊരിച്ച വലിപ്പമുള്ളൊരു കൺകളും കൂറോടും നിജഭക്തരക്ഷ വരുത്തുവാനിളകിടുമാ കാർതൊഴും പുരികങ്ങളും മമ കാണണം ഗുഹപാഹിമാ ഉതമുള്ളിലിരുന്ന നൂലു വലിച്ചു നൂത്തു കളിച്ചതും സാദരം തനതുള്ളിലാക്കിരമിച്ചിടും പടിമായയാ ഭൂതഭൗതികമൊക്കെയും പതിവായെടുത്തു ഭരിച്ചഴിച്ചാതിമുച്ചുടരായി വിളങ്ങുമനന്ത ഷൺമുഖപാഹിമാം ചുറ്റൊടു മോക്ഷമാർഗമടച്ചുമേവിന കുണ്ടലി കെട്ടറുത്തു കിളർന്നു മണ്ഡലവും പിളർന്നു ഭവത്പദം തുഷ്ടിയോടു പിടിപ്പനിന്നരുളുന്നതെന്നു ഭവാധിയിൽ പെട്ടുപോകരുതിന്നിയും ഭഗവാനെ ഷൺമുഖപാഹിമാം ഗുഹപാഹിമാം 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 പാഹിമാം ഗുഹപാഹിമാം ഗുഹപാഹിമാം ഗുഹപാഹിമാം. ബന്ധങ്ങളെ പ്രണാമം. ജ്ഞാനസ്വരൂപനായ സുബ്രഹ്മണ്യ ഭഗവാന്റെ ഈ ഭൂമിയെ തൊട്ടു വന്ദിക്കുന്നു. ഈ സത്സംഗത്തിന് ആയുധോഷരായിരിക്കുന്ന വിശിഷ്ടരെ, പൂജനീയ സന്യാസി ശ്രേഷ്ഠന്മാരെ, വിവിധങ്ങളായ പ്രദേശത്തു നിന്ന് ഗുരുവിനെ കേൾക്കാനായി എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന കാലം വളരെയേറെ കലിയുഗത്തിന്റെ കൽമഷങ്ങൾ കലർന്നിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും അത്ര നല്ല കാര്യങ്ങളല്ല. ഒരുപക്ഷെ കലിയുടെ സംഹാര താണ്ഡവം ഏറ്റവും കൂടുതൽ നടമാടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നടക്കുമ്പോൾ മനുഷ്യ മനസ്സുകൾ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുമ്പോൾ ഈ കലികാലത്തെ കാലുഷ്യങ്ങൾ ഇല്ലാതാക്കുന്നതിന്, അതായത് എല്ലാ കാലത്തേക്കുമുള്ള ദർശനം ഗുരുവിന്റെ കൃതികളിലും അല്ലെങ്കിൽ ഗുരുവിന്റെ ദർശനം എക്കാലത്തെയും ദർശനമാണ്. ഈ കലിയുഗത്തിന്റെ കാലുഷ്യങ്ങൾക്കുള്ള ഉത്തരം ഗുരുവിന്റെ കൃതികളിലുണ്ട്. അത് ഒരു ദർശനമാലയിലൂടെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എപ്പോഴാണോ ആത്മവിദ്യക്ക് സങ്കോചമുണ്ടാകുന്നത്, അപ്പോൾ ഈ ലോകം നമ്മെ വല്ലാതെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ആർക്കും ആരെയും കൊല്ലുവാൻ മടിയില്ല. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് കരളലിയിക്കുന്ന ഒരു വാർത്ത ഇപ്പോഴും നെഞ്ചിൽ നിന്ന് അതിന്റെ ആ ഒരു വേദന വിട്ടുപോകാതെ നിൽക്കുകയാണ്. ഒരു കുഞ്ഞിനെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞ് കൊന്ന്, അതുപോലെ നിരന്തരം എത്രയോ സംഭവങ്ങൾ. ഒരുപക്ഷെ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധം ഏതാണെന്ന് ചോദിച്ചാൽ മാതൃപുത്ര ബന്ധം. നമുക്കൊക്കെ ഇപ്പോഴും നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് വരുന്നൊരു വികാരം കണ്ണുനീരിന്റെ ആണോ വാത്സല്യത്തിന്റെ ആണോ എന്തിന്റെയാണോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് മാതൃഭാവമില്ല, പിതൃഭാവമില്ല, സഹോദരഭാവമില്ല.
ആർക്കും ആരെയും ബഹുമാനമോ സ്നേഹമോ ഒന്നുമില്ലാതെ മനുഷ്യ മനസ്സുകളിലേക്ക് വിഷം നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഗുരുവിന്റെ ദർശനത്തിന് ഏറെ പ്രസക്തിയുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പൊ രാവിലെ അജിസാർ നമുക്ക് ഗദ്യപ്രാർത്ഥനയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതുകൊണ്ട് അതിന്റെ ആ ഒരു ദാർശനികമായ ഒരു അടിത്തറയിൽ നമുക്കുള്ളത് കൊണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാകുമെന്ന് തോന്നുന്നു. കാരണം ഗുരു കുന്നുംപാറയെ വിശേഷിപ്പിച്ചത് തെക്കൻ പഴനി എന്നാണ്, അല്ലെ? കേട്ടിട്ടില്ലേ? തെക്കൻ പഴനി, ഇവിടെ തെക്കൻ പഴനി എന്ന് അറിയപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പഴനിമല, മുരുകനെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പഴനിമലയിൽ പോകണം, അല്ലെ? മുരുകൻ പഴനിമലയിലാണ് ഇരിക്കുന്നതെന്നാണ് നമ്മുടെ ചിന്ത. അതായത് നമ്മള് ജന്മാന്തരങ്ങളായി ഇങ്ങനെ വാസന നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഗുരു പറയാണ് മുരുകൻ എവിടെ ഇരിക്കുന്നോ അവിടെയൊക്കെ പഴനിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടം തെക്കൻ പഴനി എന്ന് പ്രസിദ്ധമാകുന്നതാണ്. അപ്പോൾ മഹാഗുരുക്കന്മാരുടെ വചനങ്ങള് കാലമേറെ കഴിഞ്ഞാലും അതിന്റെ ആ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേ തന്നെ ഇരിക്കുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഇന്ന് പോയി ഇരിക്കുന്ന ജനങ്ങളായിരിക്കില്ല ഇനി അടുത്തൊരു തലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ. ഒരിക്കലും ഈ ലോകത്ത് നിന്ന് ധർമ്മത്തെയും സത്യത്തെയും ഒന്നും തുടച്ചു മാറ്റാൻ ആർക്കും സാധ്യമല്ല. എത്രയേറെ തുടച്ചു മാറ്റുന്നു അതിനിരട്ടിയായിട്ട് ഇവിടെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടുത്തുകാർക്ക് എന്നല്ല, കേരളീയർക്ക് പഴനിയായി മാറേണ്ട ഒരു പുണ്യമായ സ്ഥലത്താണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഈ സത്സംഗത്തിൽ ഇരിക്കുന്നത്, അല്ലെ? അപ്പോ ഗുരുവിന്റെ രൂപത്തെ, അതായത് കുളത്തൂർ കോലത്തുകര, ഞാൻ എപ്പോഴും എൻ്റെ ഒരു പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ ആദ്യമായി എനിക്കെപ്പോഴും ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ഒരു വാക്കാണ് കുളത്തൂർ കോലത്തുകര. അതായത് ഗുരു ഏറ്റവും കൂടുതൽ സമയം അരുവിപ്പുറം ശിവഗിരിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ട് കോലത്തുകര, കുന്നുംപാറ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക്, അല്ലെ? അപ്പോ ഗുരുവിന്റെ രൂപത്തെ ഒരു ഏകദേശം ഒരു 61 വയസ്സ് പ്രായത്തിലാണെന്ന് തോന്നുന്നു, അല്ലെ സുധീഷ്? ഈ ഗുരുവിന്റെ ചിത്രം ഒറ്റവാതിക്കൽ കുഞ്ഞകൃഷ്ണക്കുറുപ്പ് കോലത്തുകരയിൽ വെച്ച് തിരുവിതാംകൂർ കൊട്ടാരം ചിത്രകാരനായിരുന്ന ഒറ്റവാതിക്കൽ കുഞ്ഞകൃഷ്ണക്കുറുപ്പ് ഭഗവാനെ ഇരുത്തിയിട്ട് അനുവാദത്തോടു കൂടി നോക്കി വരച്ച ചിത്രമാണ് ഇവിടെ ഉള്ളത്, അല്ലെ? പോകാത്തവരാരെങ്കിലും ഉണ്ടോ? പോകാത്തവരുണ്ടെങ്കിൽ പോകണം കേട്ടോ. കാരണം ഗുരുവിന്റെ ശില്പങ്ങളോ അല്ലെങ്കിൽ പ്രതിമകളോ നിർമ്മിക്കുന്ന ചിത്രകാരന്മാരുണ്ടെങ്കിൽ, ഞാൻ എല്ലാ വേദിയിലും പറയുന്നതാ, കുളത്തൂർ കോലത്തുകര പോയി ആ മനോഹരമായ പെയിന്റിംഗ് ഗുരുവിന്റെ അതേ രൂപത്തെ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ട് വേണം അത് നിർമ്മിക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈശ്വരനെ ഒരു രൂപത്തിൽ ആരാധന ചെയ്ത് ശീലിച്ചവരാണ്, അല്ലെ? അപ്പൊ കൃഷ്ണനെ വരച്ചു വെച്ചിരിക്കുന്നത് ഏറ്റവും മനോഹര രൂപത്തിലാണ് കൃഷ്ണനെ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ആർട്ടിസ്റ്റ് വരച്ചു വെച്ചിരിക്കുന്ന കൃഷ്ണനും പേരിത്തിരുമുടിയും മനോഹരമായ മുഖമാണ് കൃഷ്ണൻ എന്ന് നമ്മൾ കരുതിയിരിക്കുന്നത്, അല്ലെ? ആർട്ടിസ്റ്റിന്റെ കലകളനുസരിച്ച് കൃഷ്ണന് ശോഭ കൂടാം, ശോഭ കുറയാം. പക്ഷേ ഈ ദൈവത്തിന് വരയ്ക്കാൻ ഒരു മൃഗത്തിന്റെ കയ്യിലാണ് തൂലിക കൊടുത്തതെങ്കിൽ ആ മൃഗം വരയ്ക്കുന്ന ദൈവത്തിന് മനുഷ്യന്റെ രൂപമായിരിക്കും. വെറുതെ ചിന്തിക്കും, ആയിരിക്കുമോ? ഒരു മൃഗത്തിന്റെ രൂപമായിരിക്കും, അല്ലെ? അപ്പൊ നമ്മളിപ്പോ കാണുന്ന കൃഷ്ണനാണോ ശരിയായ കൃഷ്ണന്റെ രൂപം? ആണോ? വെറുതെ ചിന്തിക്കും. അല്ലല്ലോ, അല്ല. നമ്മൾ ഈ രൂപത്തെ വർണ്ണിക്കും, ഭാവത്തെ വർണ്ണിക്കും, മനോഹരമായ ഗാനങ്ങളിലൊക്കെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് എന്താണ് ഈശ്വര സങ്കല്പം എന്ന്, ഇവിടെ കൃഷ്ണൻ ആരാണെന്ന് ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അങ്ങനെ പോകുമ്പോൾ സാന്ദ്ര ആനന്ദ അവബോധാത്മകമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും സത്യം തിരയണോ? ഈശ്വരൻ ആരാണെന്ന് ആർക്കെങ്കിലും തിരയണോ? ഒരു മനുഷ്യർക്ക് തിരയണ്ട.
രൂപത്തെയും ഭാവത്തെയും സ്തുതിച്ചും വന്ദിച്ചും ഈ ജന്മം അങ്ങ് കടന്നുപോകും. മനുഷ്യന് ജന്മത്തിന് വന്നിരിക്കുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം എന്തെന്ന് അന്വേഷിക്കണ്ട. ഞാൻ എന്തിനാണ് ഒരു മനുഷ്യ ശരീരത്തിൽ വന്നതെന്ന് അന്വേഷിക്കണ്ട. ഒന്നിനുമേ കാരണം അന്വേഷിക്കാതെ ജന്മം എടുത്ത് കുറെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് ഇവിടെ നിന്ന് കടന്നു പോകും. ഗുരു പറഞ്ഞ പോലെ എന്താ പറയാ, ഇങ്ങനെ ഇതിനു വേണ്ടി മാത്രം എന്നെ ഈ ജന്മം എനിക്ക് തന്നത് വളരെ സങ്കടം തന്നെയാണ് അല്ലെ. ശിവശതകത്തിലൊക്കെ പറയുന്നുണ്ട്, തലയിണ പോലെ തടിച്ചു തീറ്റ തിന്നു തുലയണമെന്ന് പുരൈവപമാനമെൻ തലയിൽ വലച്ചതിന് എന്തൊരു സങ്കടം അല്ലെ. അങ്ങനെ തുലഞ്ഞു പോകാനുള്ളതല്ല നമ്മുടെ ജന്മം. ഇന്നിപ്പോ ഈ പുണ്യഭൂമിയിലെ ഈ ഗുരുവിന്റെ പാദം പതിഞ്ഞ ഈ ജ്ഞാനസ്വരൂപനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുസന്നിധിയിൽ ഇത്രയും പേർക്ക് ഇരിക്കാൻ ഈ നിയതി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രകൃതി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ജന്മാന്തര സുഹൃതവും പുണ്യവും, ഒരു സംശയമില്ല. ഇനി എന്തെങ്കിലും നമ്മുടെ ചെവിയിലേക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായിക്കൊള്ളട്ടെ, ഇല്ലാതായിക്കൊള്ളട്ടെ. ഇപ്പൊ സാറ് ഗദ്യപ്രാർത്ഥന എടുത്തു, നമുക്ക് മനസ്സിലാകണ്ട, അല്ലെങ്കിൽ മനസ്സിലായിക്കൊള്ളട്ടെ, അതിന്റെ വിത്ത് നമ്മളിലേക്ക് കിടപ്പുണ്ട്. ആ വിത്ത് അടുത്തൊരു ശരീരത്തിൽ വരുമ്പോൾ ഈ വിത്ത് മുളയ്ക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്കായിരിക്കും നമ്മുടെ ശരീരം വരെ. മനസ്സിലാകുന്നുണ്ടോ? ആധ്യാത്മികതയുടെ വിത്തുകൾ ശേഖരിക്കുക. നമുക്ക് ഇത് വിളയിക്കാനൊന്നും ഈ ജന്മം പറ്റിയില്ലെങ്കിലും എന്താണ് ഈശ്വരൻ, എന്താണ് ഞാനെന്ന് ഈ ജന്മം ഒന്ന് കേട്ടുപോകണം. കാരണം നമ്മൾ മരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല. മരിക്കുമ്പോൾ നമ്മുടെ സ്ഥൂല ശരീരം കുഴിച്ചിടും അല്ലെ, കത്തിച്ചു കളയോ കുഴിച്ചിടുകയോ ഒക്കെ ചെയ്യും. പക്ഷെ അതിന് പോകാത്ത ഒന്നുണ്ട്, അതെന്താണെന്നറിയോ? സൂക്ഷ്മ ശരീരം. നമ്മുടെ മനസ്സും നമ്മളുടെ ആ പ്രാണൻ മനസ്സോടുകൂടെ ഉദ്ഗമിക്കുന്നു. എന്ത് വാസനയിലാണോ ഒരു ജീവൻ ഇരിക്കുന്നത്, ആ വാസനയ്ക്കനുസരിച്ച് ആ ജീവനെ പ്ലേസ് ചെയ്യുന്നത് വരെയുള്ള ജോലി ഉദാന പ്രാണമുണ്ട്. അപ്പോ ഒന്ന് ചത്ത് കളഞ്ഞേക്കാം എന്ന് വിചാരിച്ചാൽ രക്ഷയില്ല. ഒരു കൂട്ടിൽ നിന്ന് വേറൊരു കൂട്ടിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ റൂട്ട് എന്താണെന്ന് കണ്ടെത്തി അതിന് ചികിത്സ നടത്തുക. ഈ കൂട്ടിവെച്ചിരിക്കുന്ന കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതൊക്കെ അങ്ങ് സമർപ്പിക്കുക. ഇതൊക്കെ അങ്ങ് ഈശ്വര സന്നിധിയിലേക്ക് സമർപ്പിച്ചിട്ട് അവിടെ കുറച്ച് ഈശ്വരീയ വാസനകൾ കൂട്ടി വെക്കുക. കലങ്ങിയ വെള്ളം, എന്റെ ക്ലാസ്സിലുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ, കലങ്ങിയ വെള്ളത്തിലേക്ക് ശുദ്ധവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ പതുക്കെ എടുത്തുനിന്ന് മാറ്റുക. നമുക്ക് ധാരാളം ദുഃഖം വന്നിട്ടുണ്ട്, ദുഃഖമില്ലാത്തവരാരുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 95% ആധ്യാത്മികതയിൽ വരുന്നവർ കടുത്ത ജീവിതത്തിന്റെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നതാണ്. സംശയമൊന്നുമില്ല. അവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ആഴ്ന്നിറങ്ങി നോക്കിയാൽ അറിയാം, ദുഃഖത്തിന്റെ ഒരു വലിയ ഭണ്ഡാരവും ചുമന്നിട്ടാണ് അവരിയ്ക്കുന്നത്. പക്ഷെ ഒന്ന് പറഞ്ഞോട്ടെ, നമ്മൾക്ക് വന്നിരിക്കുന്ന ജീവൻ, ആ ജന്മം, എന്ത് പ്രകൃതിയിലാണോ നമ്മൾ വന്നത് ആ പ്രകൃതിയുടെ കൃതി ഇവിടെ നടപ്പാക്കുക തന്നെ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ആ പ്രകൃതിയുടെ, നമ്മൾ വന്നിരിക്കുന്ന പ്രകൃതിക്കനുസരിച്ച് ഇവിടെ നടക്കും. അത് നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും എന്തിലാണോ ഈ ശരീരം വന്നിരിക്കുന്നത് അത് അതിന്റെ പ്രാരബ്ധത്തിലേക്ക് പോകും. അപ്പോൾ അറിയുക, ഇതിനപ്പുറം എന്നെ നടത്തുന്ന എല്ലാ പ്രതിസന്ധികളിലും എനിക്ക് താങ്ങാവുന്ന, തണലാകുന്ന, തുണയാകുന്ന ഒരു ചൈതന്യം എന്നിൽ തന്നെയുണ്ട്. പുറത്തുനിന്നല്ല തേടി പിടിക്കണ്ടേ, എന്നിൽ തന്നെ എന്റെ ജീവിത ദുഃഖങ്ങൾക്കുള്ള പരിഹാരമുണ്ട് എന്ന് കരുതിയാൽ, അത് ആ ഈശ്വരനിലേക്ക് സമർപ്പിച്ചാൽ പിന്നെ നമ്മൾ എന്തായി? നമുക്ക് ദുഃഖമില്ലല്ലോ. ഉള്ളത് അങ്ങ് എടുത്തു കൊടുത്താൽ പിന്നെ ദുഃഖമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ സമർപ്പിക്കലാണ് ഭക്തി എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ഗുരുവായൂരപ്പന് രൂപം വരച്ചു വെച്ചിട്ടുണ്ട്. ആ രൂപം ഒരു ചിത്രകാരന്റെ ഉള്ളിൽ നിന്ന് വന്ന രൂപമാണ്. പക്ഷേ ഗുരുവായൂരപ്പൻ സാന്ദ്ര ആനന്ദ അവബോധാത്മകമാണ്, എങ്ങും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്, ബോധമാണെന്നാ പറഞ്ഞത്. ഗുരുദൈവത്തിന് നിർവചനം കൊടുത്തു. എന്താ പറഞ്ഞേ? അറിവാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ എന്ന് ഗുരു പറഞ്ഞു. അത് തന്നെയല്ലേ ഭട്ടതിരിപ്പാടും പറഞ്ഞത്? സാന്ദ്ര ആനന്ദ അവബോധാത്മകമാണ്, കട്ടിപിടിച്ച അറിവാണ്, ബോധമാണ് ഈശ്വരൻ. ആ ഈശ്വരൻ എന്നിലും നിന്നിലും സമസ്തയിലും ഒരു മൺതരിയിൽ വരെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. ആ
ഈശ്വരൻ. അത് ദേശകാലങ്ങൾക്ക് അതീതനാണ്. ആലോചിച്ച് നോക്കൂ, ആ ഈശ്വരനെ കാണാൻ നമ്മൾ വെളുപ്പിന് 4 മണി മുതൽ തിരക്ക് കൂടി 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 അവസാന ഈശ്വരന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഒന്ന് കണ്ണം കാണിച്ചു കളയും അല്ലേ? ശരിക്കും ഈശ്വര സത്യത്തെ അറിയാതെ ഈശ്വരനെ തേടുന്ന നമുക്ക് ഗുരു എത്രയോ കൃതികളിലൂടെ, ഇപ്പൊ ഗദ്യപ്രാർത്ഥന തന്നെ രാമൻ മുതലാളി ഗുരുവിന്റെ തിരുസന്നിധിയിലേക്ക് വന്നപ്പോൾ, പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരുവിന്റെ തിരുസന്നിധിയിലേക്ക് വന്ന് നിന്നപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ, എന്നെ പോലെയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന രചിച്ചു തരണേ മഹാഗുരു എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് കൊടുത്ത ഗദ്യപ്രാർത്ഥന സാറ് നിന്നോട് പറഞ്ഞു രാവിലെ, അതൊക്കെ കേട്ടു അല്ലേ? അനേകം ഉപനിഷത്തുക്കൾ പരതിയാൽ നമുക്കത് മുഴുവൻ തീരില്ല. ഒരു വരി പഠിപ്പിക്കണമെങ്കിൽ എത്രയോ ഉപനിഷത്തുകൾ നമ്മൾ പരതേണ്ടതുണ്ട്. അത് ഒരു സെക്കൻഡിൽ ഭഗവാൻ എഴുതി അങ്ങ് കൊടുക്കുകയാണ് അല്ലെ? ആ കാണപ്പെടുന്നത് മാത്രം മതിയല്ലോ വിശദീകരിക്കാൻ. കാണപ്പെടുന്നത് എന്നുള്ള വാക്ക് പോരെ? അപ്പൊ അത് അത്രയും ശ്രേഷ്ഠമായ കൃതികളൊക്കെ ആ പുണ്യമായ കുളത്തൂർ കോലത്തുകരയൊക്കെ വെച്ച് തന്നിട്ട് അവിടെ വെച്ച് തന്നെയാണ് ഗുരു പറഞ്ഞത് ഈശ്വരൻ ആരാണെന്ന് പറഞ്ഞത് കുളത്തൂർ വെച്ച് തന്നെയാണ്. ഈശ്വരൻ ആരാണെന്ന് ഗുരു പറഞ്ഞു തന്നേക്കുന്നത് കോലദിനേശത്തിലെ സ്തവത്തിലെ 3-ോ 4-ാമത്തെ ശ്ലോകമാണ് മജിസാറെ. ഏതാ? കുളത്തൂർ കോലത്തുകരയിലെ കോലദിനേശ സ്തവത്തിലെ ഈശ്വരൻ ആരാണെന്ന് ഗുരു വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് ശ്ലോകമാണ്? സർവാശ്രയമെന്നും നിറയുന്നോന വിഭക്തർക്ക് ഇവ്വാറൊരു രൂപം ഭജനത്തിനുദരിപ്പോൻ ആലസ്യമൊഴിച്ച പരബോധം തരണം ശ്രീ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. അതായത് എന്റെ ഭഗവാനെ, ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനാണ്. ഭഗവാന് രൂപമില്ല, നാമമില്ല, രൂപമില്ല. അങ്ങനെയുള്ളവനാണ് ഭഗവാൻ എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ആ ഈശ്വരനെ പ്രാർത്ഥിക്കാനുള്ള മനസ്സുറപ്പോ മനസ്സറിവോ ഞങ്ങൾക്കില്ല. രൂപമില്ലാത്ത ഈശ്വരനിലേക്ക് പോകാനുള്ള ചങ്കുറപ്പോ അറിവോ ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണ്ടേ? അതിനുവേണ്ടി ഒരു രൂപം, ശിവഭഗവാന്റെ രൂപം അവിടെ തന്നിട്ടുണ്ട്. അത് രൂപം മാത്രമാണ്, നാമം മാത്രമാണ്. അത് നീ അവിടെ നിന്ന് കടന്നു പോണം അല്ലെ? ഭജനത്തിന് മാത്രം. ഭജനം എന്ന് പറഞ്ഞ ഭജ സേവായ, സേവ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അത് തന്നിരിക്കുന്നത്. അതിലൂടെ നീ എത്തേണ്ടത് നിന്നിലേക്ക് തന്നെയാണ്. ആലസ്യം മാറിയിട്ടുണ്ടോ? മടി മാറിയിട്ടുണ്ടോ? സത്യം അറിയണമെങ്കിൽ ഇപ്പൊ ഇവിടെയൊക്കെ തന്നെ ഈ പുസ്തകവുമായിട്ട് ഈ വൈകിയ വേളയിലും രാവിലത്തെ ക്ലാസ് കേട്ടതിന് ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് പറയുന്നുണ്ട്, എനിക്കെന്തോ കേൾക്കണം, എനിക്കെന്തോ അറിയണം, അറിയേണ്ടതിനെ അറിയണം, അറിയേണ്ടതിനെ അറിയണമെന്ന് എന്തോ ഒരു ആനന്ദം നമുക്കത് അതിലേക്ക് എത്തണം എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നത് അല്ലെ? എത്ര കേട്ടാലും നമുക്ക് വീണ്ടും വീണ്ടും എത്ര ഗ്രൂപ്പിൽ നിന്ന് കേട്ടാലും എത്ര കൃതി കേട്ടാലും മതിയാകുന്നില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ തേടുന്നത് എന്തോ അതെനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അല്ലേ? അപ്പോ നമ്മളിപ്പോ എന്താ പറയാ, ഭൗതിക സുഖഭോഗങ്ങളിൽ അഭിനമിച്ച് നടന്നു വെച്ചു, നല്ല ആഹാരം കഴിച്ചു, വിഷയസുഖങ്ങൾ അനുഭവിച്ചു, മക്കളുടെ സുഖം അനുഭവിച്ചു, എല്ലാം അനുഭവിച്ചു. പക്ഷെ ഇതൊക്കെ അനുഭവിച്ചു കഴിയുമ്പോഴും ഞാൻ സംതിങ് ഡിഫറൻറ്റ്, ഞാൻ ഇതല്ല ആഗ്രഹിച്ചത്. ബോറടിക്കും, പക്ഷെ അത് ബോറടിക്കും. അപ്പൊ അതിലും അപൂർവമായ എന്തോ ഞാൻ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആ ഇരിക്കുന്നത് നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിലിരിക്കുന്ന ആനന്ദമാണ്, ആത്മാനന്ദമാണ്. അതിനെയാണ് നീ തേടേണ്ടത്. അതിനെ തേടുമ്പോൾ നമ്മൾ മദ്യത്തിൽ തേടും, മയക്കുമരുന്നിൽ തേടും, ഭൗതിക വിഷയഭോഗങ്ങളിലൊക്കെ ഈ ആനന്ദത്തെ തേടിക്കൊണ്ട് നടക്കുക. പക്ഷേ ഈ ആനന്ദം ഇരിക്കുന്നത് ഉള്ളിലാണ് അല്ലേ? നമ്മൾ നല്ല ആഹാരം കഴിക്കുമ്പോൾ ഇത്തിരി സമയം മനസ്സറിഞ്ഞ് ലയിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ അടങ്ങുമ്പോൾ ഉള്ളിലിരിക്കുന്ന ആനന്ദമാണ് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. ആ വസ്തുവിലുള്ള ആനന്ദമല്ല. അല്ല, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കാറ് വാങ്ങി, നല്ല കാറ്, അത് കണ്ട എന്റെ ജീവിതത്തിന്റെ എന്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചു എന്ന് പറയുമ്പോൾ മനസ്സവിടെ ഒന്ന് അടങ്ങിയപ്പോ ആ ഉള്ളിലിരിക്കുന്ന സ്വരൂപത്തിന്റെ തെളിച്ചം ഇതിന് വന്നപ്പോഴാണ് അനുഭവിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എല്ലാ സുഖങ്ങളും ഇരിക്കുന്നത്
വന്നിരിക്കുന്നത് എന്ന് കരുതി നമ്മൾ പരക്കം പാഞ്ഞ് ഓടുമ്പോഴാണ് ദുഃഖം മാറുന്നില്ല. പിഞ്ചു കുഞ്ഞുങ്ങളെ, അതായത് വിഷയഭോഗങ്ങളിൽ അഭിരമിച്ച മനുഷ്യന്റെ മൃഗീയത പറയല്ലോ, വേദത്തിൽ പറയും മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. മനുഷ്യന്റെ രൂപവും ധരിച്ചുകൊണ്ട് മൃഗങ്ങളായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. 3 വയസ്സുള്ള കുട്ടിയെ, 2 വയസ്സുള്ള പെൺകുട്ടിയെ, വളരെ നമുക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യം കേൾക്കുമ്പോൾ എത്രയാ 1-2 വർഷമായിട്ട് ഈ ഒരു കുഞ്ഞു കുട്ടിയെന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ എത്രയോ സംഭവങ്ങളാണ് ഈ പത്രദ്വാര റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെയല്ലേ നമ്മൾ ഒരു വീട്ടിലെ 5 പേരെ അല്ലെ കൊന്നതിപ്പോ കഴിഞ്ഞ ദിവസം അല്ലെ കേടലിന്റെ അല്ലെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എത്രയോ സംഭവങ്ങള്. അപ്പൊ സ്വാർത്ഥതയ്ക്കും സ്വാർത്ഥ സുഖത്തിനും വേണ്ടി മനുഷ്യൻ അലഞ്ഞു നടക്കുമ്പോൾ ഒരൊറ്റ നിമിഷത്തിന്റെ അജ്ഞാനം കൊണ്ട് ഒരു ജന്മം മുഴുവനും പാഴാവുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അല്ലെ. വിവേകം നഷ്ടപ്പെട്ട് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ പറഞ്ഞു വന്നത്, നീ ആലസ്യം ഒഴിച്ചിട്ട് ഈശ്വരൻ എന്താണെന്ന് അന്വേഷിച്ച് ഈ ജന്മത്തിൽ നീ അതിനെ അറിയണം, അറിഞ്ഞു പോകണം എന്ന് കൂടി പറഞ്ഞു. ആലസ്യം ഒഴിച്ച് പരബോധം തരണം. കോലത്തുകര കോവിലിൽ വാഴും പരമേശ്വരൻ. ഇവിടെ സുധിഷ്ഠിയൊക്കെ കോലത്തുകരയിൽ നിന്ന് വന്നിട്ടുണ്ട്. കോലത്തുകര ക്ഷേത്ര കമ്മിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ്. അപ്പോ അവിടെയൊക്കെ ക്ഷേത്രത്തോടനുബന്ധിച്ച് നടത്തുന്ന ആഘോഷങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ ശരിക്കും തത്വം ഇതാണ് എന്നൊന്ന് അറിഞ്ഞു പോകണം. എനിക്ക് തോന്നി സുധീഷിന് എനിക്ക് മുന്നിൽ കിട്ടുകയും ചെയ്തു. അപ്പൊ കുറച്ച് കാര്യങ്ങള് ക്ഷേത്രത്തെ സംബന്ധിച്ചും ആരാധനയെ സംബന്ധിച്ചും ഭക്തിയെ സംബന്ധിച്ചും കുറച്ച് കാര്യങ്ങൾ ഈ ജന്മത്തിൽ നന്നായി കേട്ടുപോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു നിരവധി ദിവസങ്ങൾ പ്രഭാഷണ പരമ്പരയുണ്ട്. പക്ഷെ ഇതിനെല്ലാം കൊണ്ടുവരുന്ന സംഘടിപ്പിച്ച് തിരിച്ചുവിടുന്ന ആളും ഇതിന്റെ സംഘാടകനായതുകൊണ്ട് ഒരു നിമിഷം ഇരുന്ന് കേൾക്കാൻ പറ്റാറില്ല. അപ്പൊ എനിക്ക് തന്നെ ഭഗവാൻ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ എന്താ പറയാ, ജീവിതത്തിന്റെ നെട്ടോട്ടം ഓടുന്നതിനിടയിൽ കുറച്ച് സമയം നാം നമ്മളെ പഠിക്കാനും നമുക്ക് വേണ്ടിയൊക്കെ കുറച്ച് ചെലവഴിക്കണം അല്ലേ. അതായത് ഈ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാ, പൂജയുടെയും ഹോമത്തിന്റെയൊക്കെ പേരില് ഒരു വീട്ടിലെ 3 പേരെയാണ് കൊലപ്പെടുത്തിയത് അല്ലെ. ഭക്തി എന്തെന്നറിയില്ല, ഈശ്വരൻ എന്തെന്നറിയില്ല. ഒരു പൂജാരിയുടെ വാക്ക് കേട്ടിട്ട് ചോദിച്ചു വാങ്ങുന്നതാണ് ഭൗതിക സുഖങ്ങൾ എന്ന് കരുതിയിട്ട് നമ്മളിപ്പോഴും പഴയതിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ചിന്തിക്കാനോ മുന്നേറാനോ ഒന്നും തയ്യാറേ അല്ല. അപ്പോൾ ആദ്യം ഒരു സ്ത്രീയെ കൊന്നു, പിന്നെ വന്ന ബാക്കിയുള്ളവരെ കൊല്ലുകയാണ് അല്ലെ. പിഞ്ചു കുഞ്ഞിനെ കഴുത്ത് ധരിച്ച് കൊല്ലുന്നു. ഭക്തിയുടെ പേരിലാണ്. കാരണം അതിനെ കൊന്നാൽ എനിക്ക് ഇവിടെ അനുഭവിക്കാനുള്ള ഭൗതിക സുഖഭോഗങ്ങൾ ലഭിക്കുമല്ല അത്രയും. ഞാൻ എന്തിനാ ഈ കൊലപാതകത്തെ കുറിച്ച് ഇതിനെയൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇനിയും ദയവ് ചെയ്ത് ഭക്തിയുടെ പേരും പറഞ്ഞ് ഓടുന്നത് നിർത്തം. ഇവിടെ പേരൂർക്കട കൃഷ്ണനുണ്ട്, പിന്നെ ഏതാണ് ഒരു നല്ല സിനിമയിലുള്ള നല്ല പാട്ടുണ്ടല്ലോ, നെയ്യാറ്റിൻകര വാഴും കണ്ണൻ അല്ലെ. നെയ്യാറ്റിൻകര കണ്ണനുണ്ട്, പേരൂർക്കട കൃഷ്ണനുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കൃഷ്ണനെ കാണണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് ഓടും അല്ലെ. വെറുതെ ആലോചിച്ച് നോക്കിയേ, ദൈവങ്ങൾക്ക് പോലും ഉച്ചനീചത്വം കൽപ്പിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ ഓട്ടം. ഗുരു പറഞ്ഞേക്ക് അതിനെ, ഗുരു എന്താ പറഞ്ഞെന്നറിയോ, അതിന് കയ്യിലിരിക്കുന്ന കൽപ്പവൃക്ഷക്കനിയെ ഭക്ഷിക്കാതെ കളഞ്ഞ് കാഞ്ഞിരക്കനിയെ തേടി ഭക്ഷിച്ച് വിഷം കൊണ്ട് മരിക്കുന്നു. ഭഗവാന്റെ ഒരു എന്താ പറയാ, ഇത്രയും ഒരു മഹാഗുരുവിനെ കിട്ടിയിട്ടും, അറിവേ സ്വരൂപമായ ഒരു ഗുരുവിനെ കിട്ടിയിട്ടും ഓടാനാണ് ദൗർഭാഗ്യത്തിൽ ഓടിക്കും. പറയാ, കയ്യിലായിരിക്കുന്നത് തന്നിലിരിക്കുന്ന സ്വരൂപത്തെ ഊതി തെളിയിപ്പിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് വിഗ്രഹങ്ങൾ എന്ന് എത്രയോ കൃതികളിലൂടെ പറഞ്ഞു തന്നു. ഇതൊന്നും കേൾക്കാതെ ഈ കൽപ്പക വൃക്ഷക്കനി, എന്തുകൊണ്ടാ ഗുരു അവിടെ അതിന് അങ്ങനെ പേരിട്ടെന്നറിയോ? കൽപ്പക വൃക്ഷം സ്വർഗത്തിലുള്ള എന്ത് ചോദിച്ചാലും തരും. നിന്നിലിരിക്കുന്ന ഭഗവാനോട് നീ എന്ത് ചോദിച്ചാലും തരും.
എന്ന് ഗുരു നമുക്ക് തരുന്ന ഉറപ്പ്. നമ്മളൊരു കാര്യം ആവർത്തിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുന്നതെന്നറിയോ? നമ്മൾ അവിടെ പറഞ്ഞു എന്നാണ്. പറഞ്ഞത് എവിടെയാ? ഭഗവാനെ എനിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയല്ല, ഇവിടെയല്ലേ പറഞ്ഞ? ഇവിടെയല്ലേ പറഞ്ഞ? ആത്മദേവനോടല്ലേ പറയണേ? വെറുതെ ഒന്ന് ചിന്തിച്ച്, ആത്മദേവനോടല്ലേ പ്രാർത്ഥിക്കുന്നേ? ഇപ്പൊ പറയും എനിക്ക് കൃപാസനത്തിൽ നിന്നാണ് മാതാവാണ് എല്ലാം തന്നേന്ന് പറയും. അവിടെ ചെല്ലുമ്പോ എന്ത് ചെയ്യും? കണ്ണടച്ച് അവനവനോട് ആത്മാർത്ഥമായി താണ് കേണ് അപേക്ഷിക്കുമ്പോൾ കേൾക്കുന്നത് ആരാ? ആത്മദേവനല്ലേ? അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോ ഈ പ്രാർത്ഥിക്കുന്നത് അവനവനോട് തന്നെയാണെന്നും തെളിയേണ്ടത് അവനവന്റെ ഉള്ളിലാണെന്നും അവനവന്റെ ദുഃഖത്തിനുള്ള പരിഹാരം അവനവനിൽ തന്നെ ഇരിക്കുന്നുണ്ടെന്നും ഒക്കെ എന്നാ ഇനി നമ്മൾ തിരിച്ചറിയാം. ഗുരു പറയാ, ചിലർ ദേവനേത് ദേവിയേത് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവകാരുണ്യമില്ലാത്ത പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് കഴിഞ്ഞു കൊടുക്കും. ദേവനെയും ദേവിയെയും നിലയ്ക്ക് ഓട്ടം അല്ലെ? എന്ന് ഈ ഓട്ടം തീരും ഭഗവാൻ അറിയില്ല. ശ്രീനാരായണ ധർമ്മം ഈ വർഷം ശതാബ്ദിയുടെ നിലവിൽ നിൽക്കുന്ന 2 കൃതികളാണ് ഹോമമന്ത്രവും ശ്രീനാരായണ ധർമ്മവും. അല്ലെ? ശ്രീനാരായണ ധർമ്മമൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? പഠിക്കണം. അതിനകത്ത് 2-ാം അധ്യായത്തിൽ ഇതിനുള്ള ആ കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങള് ഗുരുവിന്റെ ശിഷ്യഗണങ്ങള് ഗുരുവിനോട് വന്ന് അവതരിപ്പിക്കുന്നുണ്ട്. വർക്കലയിൽ ശിവഗിരി വർണ്ണനയും വർക്കല വർണ്ണനയൊക്കെ കഴിഞ്ഞ് 2-ാമത്തെ ശ്ലോകത്തിൽ എത്തുമ്പോൾ ബോധാനന്ദ സ്വാമികള്, ആത്മാനന്ദ സ്വാമികള് തുടങ്ങിയ ശിഷ്യപ്രവരന്മാര് ഗുരുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. ഗുരു ഇങ്ങനെ ശാന്തനായി മരച്ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഗുരുവിന്റെ അടുത്ത് വന്ന് ചോദിക്കുക, ഭഗവൻ സർവതത്വജ്ഞ ജീവലോകദയാപര ധർമാധർമാൻ വിവിച്യാദ്യ ശ്രോതുമുത്കണ്ഠിതാവയം. ഭഗവാനെ, സർവതത്വജ്ഞ, എല്ലാതും അറിയുന്ന ശ്രീനാരായണ മഹാഗുരു, അങ്ങ് എല്ലാം അറിയുന്നവനല്ലേ? അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ധർമ്മവും അധർമ്മവും എന്തെന്ന് വ്യക്തമായി പറഞ്ഞു തരണേ ഗുരു. എന്നിട്ട് ഈ ശിഷ്യന്മാർ ഒന്നുകൂടി ഏത് കാര്യത്തിലാണ് ധർമാധർമ്മ വിവേചനം ഞങ്ങൾക്ക് വേണ്ടത് ഗുരുവിൽ നിന്ന് എന്ന് പറയാ. ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ് ശ്രീനാരായണ ധർമ്മം. അതിൽ പറയാ ഏതൊക്കെ കാര്യത്തിലാണ് ഭഗവാൻ ഞങ്ങൾക്ക് ഉപദേശം തരേണ്ടത്? ജാതിയുടെ, മതത്തിന്റെ, ദൈവത്തിന്റെ. ആദ്യം അതാ ചോദിച്ചത്. ജാതി, മതം, ദൈവം. എന്നിട്ട് ഈശ്വര വിശ്വാസ സ്ഥിതിയെ കുറിച്ച്, അതായത് 100 വർഷം പിന്നിടുന്നു, തൊട്ട് 100 വർഷം മുമ്പുള്ള കേരളത്തിലെ സാമൂഹിക ആധ്യാത്മിക മേഖലയിലെ അവസ്ഥയെ കുറിച്ച് ഗുരുവിന്റെ ശിഷ്യഗണങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. അന്നേരം പറയാ, ആത്മാനന്ദ സ്വാമികളെ പോലെയുള്ളവർ ഗുരുവിനോട് ചോദിക്കുക, യഥാകാമം ചരന്ത്യേകേ ശൗചാചാരാദിവർജിതാഃ അനേകദേവ വിശ്വാസാത് ഉന്മത്തായിവ സർവദഃ. ഭഗവാനെ, ദൈവത്തെ തേടി ഓട്ടമാണ്. യഥാകാമം ചരന്തി, അവിടെ ഇവിടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഓടുകയാണ്. ഇവിടെ ചെല്ലുമ്പോ തോന്നും ബാക്കി അപ്പുറത്തൊന്നായിരിക്കും കിട്ടുക, അപ്പുറത്ത് ചെല്ലുമ്പോ തോന്നും ഇവിടത്തെ ഇത്തിരി ശക്തി കുറവാൻ തൊട്ട് അപ്പുറത്തൊന്നായിരിക്കും കിട്ടുക അല്ലെ? ഈശ്വരൻ എന്താണെന്ന് അറിയാതെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുകയാണ്. ശൗച ആചാരാദി വർജിതാവ, ബാഹ്യ ശുചിത്വവുമില്ല ആന്തരിക ശുചിത്വവും ഇല്ലാതെ ഈശ്വരനെ തേടി നടക്കുന്നു. ഇതിന് ശരിയായ തത്വം ഉപദേശിക്കണം. ജാതിയെ കുറിച്ച് ഈ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മളൊക്കെ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നല്ലേ? എന്നാണ് നമ്മളുടെ നാട് കത്തിയെരിയുന്നത് അല്ലെ? രാത്രിയിൽ പോലും ഒന്ന് കിടന്നുറങ്ങാനാവാതെ എന്താ പറയാ, എപ്പോഴാണ് വെടിയുടെ ശബ്ദം കേൾക്കുക എന്ന് കാതോർത്തുകൊണ്ട് ഉറങ്ങാതെ കിടന്ന കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു ഈ 2-3 ആഴ്ചകൾക്ക് മുമ്പ് അല്ലെ? അതിന് പരിഹാരം ആലോചിച്ച് നോക്കണം. നമ്മള് ഗുരുവിന്റെ കൃതികളുണ്ടല്ലോ, എല്ലാ ഭാഷയിലേക്കും തർജ്ജമ ചെയ്തിട്ട് ലോകത്തെ എല്ലാവരെയും പഠിപ്പിക്കണം.
ലോകത്തെ എല്ലാവരെയും പഠിപ്പിക്കണം ഇത്. കാരണം ഈ 2-ാം അധ്യായത്തിൽ ഇന്ന് ഈ കഴിഞ്ഞ കാലത്തുണ്ടായ അതിനുള്ള പരിഹാരം ഗുരു പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായി പറയുക, മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലുമുള്ള കലഹത്തിന്റെ പേരിലാണ് ഇന്ന് ഈ ലോകം ഏറ്റവും കൂടുതൽ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗുരു പറയാ, ജാതി പിശാചസ്യ ബാധയ ചിത്തപ്രമാ കേജിത് മത്സരണോ ഭൂത്വ ഹിംസത്യന്യാനകിഞ്ചന. മതം ചോദിച്ച് കൊല്ലുക അല്ലെ, ഭാഷ ചോദിച്ചില്ല, ദേശീയതയും ചോദിച്ചില്ല, മതം ചോദിച്ചിട്ട് കൊല്ലുകയാണ്. ജാതി പിശാച് ബാധിച്ചിട്ട് പരസ്പരം മത്സരിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ നിർദ്ദയം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. ശിഷ്യഗണങ്ങൾ ചോദിച്ചതാ. അന്നത്തെ കാലഘട്ടത്തിലെ സ്ഥിതി വ്യത്യാസമായിരുന്നില്ല, ഇതിലും വളരെ ദയനീയമായിരുന്നു. പക്ഷേ ആ സ്ഥിതിക്ക് ഇന്നും മാറ്റം വന്നില്ല. വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. വേറൊരു രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ കൊടുത്തു വെച്ച തിരുനാളം കൂടുതൽ കൂടുതൽ തെളിയിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത് കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്കാണോ നടന്നു പോകുന്നത് തോന്നുകയാണ് ഇപ്പോൾ. അപ്പൊ അതുപോലെ ഗുരു വളരെ വ്യക്തമായി 2-ാം അധ്യായത്തിൽ ജാതിയെ കുറിച്ചും മതത്തെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇതിന്റെ അവസാന ഭാഗത്ത്, പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് ശ്രീനാരായണ ധർമ്മം ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അന്നേരം നമുക്ക് ഈ ഭാഗങ്ങളൊന്ന് ഓർത്ത് പറഞ്ഞുകൊണ്ട് പോകേണ്ടതുണ്ട്. ഇപ്പൊ ഈശ്വര വിശ്വാസ സ്ഥിതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇനി ഒരിക്കലും ഭക്തിയെ വികലമാക്കരുത്. കാരണം ദർശനമാലയിലെ ഭക്തി ദർശനം നമ്മൾക്ക് പഠിക്കണം. അതുപോലെ തന്നെ ഗുരുവിന്റെ രൂപം കാണുമ്പോൾ നമ്മളൊരു ഗുരുവിന്റെ കുറച്ച് പ്രായമായിട്ടുള്ള രൂപങ്ങളാണ് ഇപ്പൊ നമ്മൾ എല്ലായിടത്തും കണ്ടിരിക്കുന്നത് അല്ലെ. ഗുരുവിന്റെ ചെറിയ പ്രായത്തിലുള്ള ചിത്രം കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? വളരെ ചെറിയ പ്രായത്തിലെ ഒരു 30 മരുത്വമലയിലേക്ക് തപസ് ചെയ്യുന്ന പ്രായം, യുവാവായിരിക്കുന്ന, വളരെ തേജോവാനായിരിക്കുന്ന ആ ഒരു രൂപമുണ്ട് ഗുരുവിന്റെ അല്ലെ. നമ്മളിപ്പോ കൃഷ്ണ ഭഗവാന്റെ ഒക്കെ നമ്മള് രൂപം കണ്ട് നമ്മൾ പ്രേമിച്ചു നിൽക്കുന്ന നാം ഗുരുവിന്റെ രൂപം ഒന്ന് കണ്ടായിരുന്നെങ്കിൽ, ഒന്ന് വരച്ചായിരുന്നെങ്കിൽ അല്ലെ. ആ രൂപത്തെ അല്ല ഇപ്പൊ നമ്മൾ കാണുന്നത്. എന്തെങ്കിലും സാദൃശ്യമുണ്ടോ എന്ന് പോലും അറിയില്ല. കുറച്ച് സാദൃശ്യം ഗുരുവിനെ ഇരുത്തി വരച്ചിരിക്കുന്ന കോലത്തുകലയുടെ ചിത്രമാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങളൊന്ന് പോയി കാണും. 61 വയസ്സിലും ഗുരുവിന്റെ മുഖത്തിന്റെ തേജസ് കാണാം. പക്ഷേ ഗുരുവിന്റെ സൗന്ദര്യം വരച്ചു വെച്ചിട്ടുണ്ട് ഒരാള്. ആരാന്ന് പറയുമ്പോ ഏതില്? ഗുരുപാദശത്തിൽ ഏത് ശ്ലോകമാണ് അല്ലെ? ഒന്ന് ചൊല്ലാമോ? അത് ഉറക്കൊക്കെ പോട്ടെ. ചെന്താർമങ്ങും മുഖം ചേതനനയനയുഗം ചാരുനെറ്റിത്തടം നൻപൊൻതാരിൻ കാന്തി പൊങ്ങും പ്രഭയൊടു ഗുരുരോമാളിയാടുന്ന ഭൂമി ചന്തത്തിൽ ജാനുവോളം വരും അരിയകരാബ്ജങ്ങളും തുങ്കഭക്ത്യ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ. നമ്മൾ സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ടോ ഗുരുവിന്റെ രൂപം? ചെന്താമരപ്പൂവ് തോറ്റുപോകുന്ന മുഖകാന്തിയ ഗുരുവിനുണ്ടായിരുന്നു. ചേതനങ്ങളായ കണ്ണുകളാ ഗുരുവിനുണ്ടായിരുന്നത്. ആ കണ്ണിനെ ടാഗോറൊക്കെ വളരെ ഭംഗിയായിട്ട് വാഴ്ത്തിയിട്ടുണ്ടല്ലേ. ആ കണ്ണിലേക്കൊന്ന് നോക്കുമ്പോൾ തന്നെ ഈ ലോകത്തെ മുഴുവൻ കണ്ടു. ആ കണ്ണിലെ അനന്തതയിലേക്ക് നീളുന്ന ആ കണ്ണുകളിലെ ഈ ലോകത്തെ മുഴുവൻ കണ്ടു ടാഗോർ അല്ലേ. അതായിരുന്നു ഭഗവാന്റെ ചേതന നയനയുഗം. നെറ്റിയാണെങ്കിലോ ചാരു നെറ്റിത്തടം, വിശാലമായ മനോഹരമായ നെറ്റിത്തടം. കൃഷ്ണനൊക്കെ എത്രയോ യുഗങ്ങൾക്ക് മുമ്പുള്ള രൂപമാണ് വരച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനെ ഒരു രൂപമാണോ എന്ന് പോലും അറിയില്ല. ഇത് നമ്മുടെ കൺമുന്നിലൂടെ മറഞ്ഞുപോയ ഗുരുവിനെ കണ്ടു മടങ്ങിയ കണ്ണുകളാണ് പുറത്തുകരയിലെ അമ്മച്ചി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജീവിതം കഴിഞ്ഞതല്ലേ. അപ്പോ നമ്മുടെയൊക്കെ ഗുരുവിനെ കണ്ണിൽ കണ്ടവരെ വരെ ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് ഒരിക്കലും കെട്ടുകഥകളോ സാങ്കല്പിക രൂപങ്ങളോ ഒന്നുമല്ല. സത്യസന്ധമായ ഒരു മഹാപ്രഭാവൻ, ഒരു മഹാചൈതന്യം ഈ ലോകത്ത് ഒരു ശരീരവും സ്വീകരിച്ച് നമ്മുടെ മുന്നിലേക്ക് നടന്നു നീങ്ങിയിട്ട് കയ്യിൽ നമുക്ക് 64ഓളം നിധികുംഭം ആ രചിച്ച് തന്നിട്ടില്ലേ. അതൊന്നും എടുത്തൊന്നും ഏതെങ്കിലും ഒരെണ്ണമൊന്നും പഠിച്ചു നോക്കിയാലുണ്ടല്ലോ
പിന്നെയാണ് നമ്മൾ കരഞ്ഞു പോകും. കാരണം ഭഗവാനെ, ഞങ്ങൾക്ക് അങ്ങയെ അറിയാൻ ഈ ജന്മത്തിന് അല്ല, ഇനി എനിക്ക് ആയുസ് പോരാതെ പോയല്ലോ ദൈവമേ, ഇനി അങ്ങയെ പൂർണ്ണമായി പഠിക്കാൻ അല്ലെ. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ ഗുരുവിനെ പ്രാർത്ഥിക്കാനും ഈ ഗുരുവിനെ പറയാനുമുള്ള നാവും തന്നെ എനിക്ക് ജന്മം തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ. അത്രയും സർവലോകാനുരൂപനായ ഗുരുവിന്റെ ചിത്രത്തെ കുമാരനാശാൻ എത്ര മനോഹരമായിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. ചേതന നയനയുഗം ചാരു നെറ്റിത്തടം പൊൻതാരിൻ കാന്തി പൊങ്ങും പ്രഭയോട് ഒരു രോമാളിയാളുന്ന പൂമ്പേ അല്ലെ. പൊന്നിന്റെ തിളക്കമായിരുന്നു ഗുരുവിന്റെ ശരീരത്തിന്. കൈ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉത്തമ പുരുഷ ലക്ഷണമാണ്. പുരുഷ ലക്ഷണത്തിന്റെ പൂർണ്ണതയാവും ഗുരു. കൈ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ മുട്ടുകാലം കവിഞ്ഞ് അങ്ങോട്ടേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണ ജന്മമല്ല. അതാണ് ജാനുവോളം മുട്ടും കിടന്നു നിൽക്കുന്ന ആ അരിയ കരാബ്ജങ്ങളും മനോഹരമായ ആ കൈകളും എല്ലാം കണ്ടിട്ട് എഴുതി വെച്ചതാണ്, സങ്കല്പിച്ച് എഴുതി വെച്ചതല്ല. കണ്ടിട്ട് ഗുരുവിന്റെ കൂടെ അന്തി ഉറങ്ങി ജീവിതത്തിന്റെ പൂർണ്ണമായ ഭാഗവും ഗുരുവിനൊപ്പം ചിലവഴിച്ച് ആ ചൈതന്യവും ബാഹ്യവും ആഭ്യന്തരവുമായി ഗുരുവിന്റെ ബാഹ്യ സൗന്ദര്യവും ആ ഗുരുവിന്റെ ചൈതന്യമൊക്കെ അറിഞ്ഞ് അനുഭവിച്ച ആശാന്റെ വാക്കാണിത് അല്ലേ. അപ്പൊ ഭക്തിയെ കുറിച്ച് ഒരു നമുക്ക് ദർശനമാറിയ ഭക്തി ദർശനം തന്നിട്ടുണ്ട്. അതിലെന്താണ് ഭക്തി എന്ന് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭക്തി ദർശനത്തിൽ ഭക്തിയെ കുറിച്ച് ഗുരു പറഞ്ഞിരിക്കുന്നത്? ആത്മാനം നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. അവിടെ ഞാൻ നോക്കുമ്പോ ആ വാചകം അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഭക്തി ആത്മാനുസന്ധാനം. അവിടെ നമ്മൾ എന്തിനെ അനുസന്ധാനം ചെയ്യണേ? ആത്മാവിനെ തിരയലാണ് ഭക്തി എന്ന്. അമ്പലത്തിൽ പോയ ആരെങ്കിലും ആത്മാവിനെയാണോ തിരയണേ? ആണോ? ആത്മാവ് മരിച്ചു കഴിഞ്ഞിട്ട് പോകുന്ന ഒരു വസ്തു ആണെന്നാണ് നമ്മുടെ അമ്മമാര് അച്ഛന്മാര് നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ അത് പോവില്ല, അത് നാശമില്ലാത്തതാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണ ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം പോകുമ്പോൾ അത് പോകില്ല അല്ലെ. ആത്മാവ് പോയിട്ട് പിണ്ടം വെച്ച് അവര് കഴിഞ്ഞു എന്നാണ്. പക്ഷെ നമ്മളൊക്കെ എത്ര ഈ ലോകത്ത് നമ്മൾ ഒന്നുമേ ആധ്യാത്മികതയിൽ നമ്മൾ ബിഗ് സീറോയാണ് പലപ്പോഴും, അറിയില്ല. അപ്പോ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി. എന്നുവെച്ചാൽ എന്താ? നിന്നിലുള്ള ഈശ്വരീയ അംശത്തെ തിരയുന്നതാണ് ഭക്തി. അതിപ്പോ നമ്മൾ എവിടേക്ക് തിരഞ്ഞുകൊണ്ടിരിക്കണേ? നാട് നേരെ തിരയുന്നുണ്ട്. കിട്ടുമോ? കിട്ടാൻ വിധിക്കപ്പെട്ട കുറച്ചു പേരൊക്കെ ഇങ്ങനെ ചെവിയിലൂടെ ഇതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരൊക്കെ ഇങ്ങനെ എവിടെ കേട്ടാലും ഇപ്പൊ ചെറായി ഭാസ്കരചേട്ടനൊക്കെ ചെറായി എന്ന് വന്ന് ഇവിടെ താമസിച്ചിട്ടാണ്. ക്ലാസ്സുകളൊക്കെ ഈശാവാസ്യമൊക്കെ ഇവിടുന്ന് മൊത്തം കേൾക്കുന്നുണ്ട്. ചേച്ചി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതൊക്കെ ഒരു സുഹൃതമാണ്. എന്താന്ന് വെച്ചാല് ജീവിച്ച ജീവിതത്തിന്റെ ആ ഒരു ഘട്ടം എത്തുമ്പോ നമ്മൾ സ്വസ്ഥമാകുന്നതായി കാണുന്നത്. അസ്വസ്ഥതയിലേക്ക് നിന്ന് സ്വസ്ഥതയിലേക്ക്, സ്വസ്ഥാനത്തേക്ക് യാത്രയാകാൻ സ്വസ്ഥമായ ജീവിതം, അതാണ് ഇതിന്റെ ലക്ഷണം. അങ്ങനെയാ. നമുക്കിവിടെ വന്നെങ്കിലേ ശരീരത്തിന് ആരോഗ്യം വേണം, മനസ്സിന് ആരോഗ്യം വേണം, നമ്മുടെ കുടുംബത്തിൽ അതിനുള്ള സാഹചര്യം വേണം അല്ലേ. ഇത് സത്സംഗത്തിനുള്ള വേദി ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ അനുയോജ്യമായി വന്നാൽ മാത്രമേ നമുക്ക് ഈശ്വരന്റെ മുമ്പിൽ വന്നിരുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തരാത്തവരാർക്കും ഇവിടെ വരാനും പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് അനുഗ്രഹം തരണേ ഭഗവാനെ എന്ന് പറയുന്നതിന്റെ അർത്ഥം അനുഗ്രഹം ഇങ്ങനെയൊക്കെയാണ്. നമ്മളെ കൊണ്ട് പറയാൻ ചുണ്ടും നാവും തിരിയാത്ത നമ്മളെയൊക്കെ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ പറയിക്കണം, അത് കേൾക്കാനായിട്ട് നമ്മളെ കൊണ്ട് ഇരുത്തിയേക്കണം. ഇതൊക്കെ എന്തോ ജന്മാന്തര സുഹൃതമായി നമ്മളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു ശക്തി ഇതിനൊക്കെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് നമ്മള് ആണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ നാളെ പ്രസംഗിക്കാൻ പോകാനാണോ ഇത് കേൾക്കണേ? ഒരിക്കലും അല്ല. നമ്മൾ ആധ്യാത്മികമായി ക്ലാസ്സുകൾ കേൾക്കുന്നത് പ്രസംഗിക്കാനേ അല്ല, നമ്മൾക്ക് നന്നാവാനാണ്. പ്രസംഗിക്കുന്നവനും കേൾക്കുന്നവനും ഒക്കെ ആത്മീയമായി ഉയരാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഭക്തി ആത്മാനുസന്ധാനാണ്. അവിടെ പോയി വഴിപാട് കഴിക്കുക, ഉള്ള സമ്പത്ത് മുഴുവനും, പണിയെടുക്കുന്ന സമ്പത്ത് മുഴുവനും കൊണ്ടുപോയി നമ്മൾ അർപ്പിക്കുമ്പോൾ കൊടുത്തോ. കാരണം നമ്മുടെ ജീവിതത്തിന്റെ പണിയെടുക്കുന്നതിന്റെ ഓരോ അംശത്തെ
അല്ലെ? ക്ഷേത്രങ്ങൾക്ക് കൊടുത്തേ പറ്റൂ, കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ ഉള്ളിലുള്ള ഭാവം എന്തായിരിക്കണം? ഞാൻ ധനികൻ, ഭഗവാനെ നീ പിച്ചക്കാരൻ, ഇത് ഞാൻ എന്റെ കൊണ്ടുവന്ന് നിനക്ക് തരണോ? ഇതൊക്കെ മേടിച്ചിട്ട് നീ ഞാൻ കുറെ ഡിമാൻഡൊക്കെ വെക്കും, അതും കൂടെ തന്നേക്ക. ഇല്ലെങ്കിൽ ഇനി ഞാൻ ഈ നടയിലേക്ക് കാല് ചവിട്ടുകയില്ല. എന്റെ കൊച്ചു പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങിച്ചാൽ ഒരു ദിവസത്തെ പൂജയോ നടത്തേക്കാം. അപ്പോഴും ഭഗവാൻ വിശ്വാസമില്ല. അങ്ങോട്ട് തരാം, എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ, അല്ലെ? നമ്മൾ ശരിക്കും നോക്കുവാണെങ്കിൽ എന്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോഴും ഭഗവാനെ ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നാണ് പറയേണ്ടത്. എന്തൊരു പുഷ്പമായിക്കൊള്ളട്ടെ, നമ്മുടെ കഴിവിന്റെ പരിമിതി അനുസരിച്ച് അമ്പലത്തിലേക്ക് നമ്മൾ എണ്ണയോ പുഷ്പമോ വഴിപാടുകളോ സമ്പത്തോ ഒക്കെ കൊടുക്കുമ്പോൾ ഇത് എന്നെ തന്നെ തരുന്നതാണ്. ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കാരണം അങ്ങ് തന്ന ആ ചൈതന്യം കൊണ്ട് ഞാൻ ജോലി ചെയ്ത് നേടുകയത് അങ്ങയുടേതാണ്, എന്റെ അല്ല. അടുത്ത ഒരു സമ്പത്തും എന്റെ അല്ല. കരഞ്ഞുകൊണ്ട് നിസ്സഹായരായി ജനിച്ചു വീണവരാണ് നമ്മള്. ഒരു 2-3 വയസ്സാകുന്നവരെ പരസഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു പശുക്കുട്ടി ജനിച്ചു വീണ് നിമിഷങ്ങൾക്കൊക്കെ അത് എഴുന്നേറ്റ് നടന്ന് അതിന്റെ പാലൊക്കെ കുടിച്ച് അത് അതിന്റെ കാര്യത്തിന് പോകും. പക്ഷെ മനുഷ്യന് മാത്രം പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അല്ലെ? ജനിച്ചു വീണ കുഞ്ഞിന് ആരെങ്കിലും ഇല്ലാതെ അതിന് വളർന്നു പോരാൻ പറ്റുമോ? ഇല്ല. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈശ്വരന്റെ കാരുണ്യത്തിൽ ജീവിക്കുന്ന വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ എല്ലാം ഈശ്വര അർപ്പണമായിട്ടാണ് ഭക്തി നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഭക്തിയെ കുറിച്ച് പഠിക്കുമ്പോഴല്ലോ നമ്മുടെ യോഗവാസിഷ്ടം പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഗുരു മഹാസമാധിക്ക് തൊട്ടു മുൻപ് വരെ ഗുരു കേട്ട ഗ്രന്ഥമാണ് യോഗവാസിഷ്ടം. അതായത് വസിഷ്ഠമുനി തന്റെ ശിഷ്യനായ ശ്രീരാമന്റെ ഗുരുവായിരുന്നു വസിഷ്ഠൻ. അപ്പോ വസിഷ്ഠൻ ഒരു യോഗവാസിഷ്ടത്തിലെ ഏറ്റവും അവസാന ഭാഗത്തുള്ള അധ്യായമാണ്. അതിനകത്ത് ശിവനോട് ചോദിക്കുന്നുണ്ട്, കൈലാസത്തിലെ ശിവനോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്, യഥാർത്ഥ ദൈവം ആരാണ്? കൈലാസത്തിലെ ശിവനോട് ചോദിക്കുന്നത് ഈശ്വരൻ ആരാണ്, ദൈവം ആരാണ്? അപ്പോ ശിവൻ പറയുന്നുണ്ട്, യഥാർത്ഥ ദൈവം കൈലാസം അധീശനായ ശിവനോ പുണ്ഡരീകാക്ഷനായ വിഷ്ണുവോ അല്ല, പിന്നെ ആരാ? എങ്ങും നിറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് സകലത്തിനും ആധാരമായിരിക്കുന്ന അഖണ്ഡബോധ സ്വരൂപനായ പരബ്രഹ്മമാണ് ദേവൻ എന്ന് പറഞ്ഞുകൊടുത്ത്, ശിവനെ പറഞ്ഞുകൊടുത്ത് പരബ്രഹ്മമാണ്. അപ്പൊ പിന്നെയും ചോദിക്കാണ്, ആ ദൈവത്തിനെ ഞാൻ ആരാധിക്കേണ്ടത് എന്തുകൊണ്ടാണ്? എന്ത് വിശിഷ്ടമായ പുഷ്പമാണ്? എന്തുകൊണ്ടാണ് ഞാൻ ആ ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറയാണ്, ജ്ഞാനം കൊണ്ടാണ്. ഗുരു എന്താ പറഞ്ഞ? അറിവാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. ഗുരു അറിവാണെന്നാണോ പറഞ്ഞത്? ഞാൻ അറിവാണ്, നിങ്ങൾ എല്ലാവരും എന്നെ തോന്നുന്നാണോ ഗുരു പറഞ്ഞത്? അല്ല. നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറഞ്ഞ എന്താ? ഗുരു ഇവിടെ ഇരുന്ന് പറയുകയാണ്, എല്ലാവരും വന്നു, ഞാൻ അറിവാണ്. അങ്ങനെയാണോ? അല്ല. ഈ പ്രപഞ്ചത്തിൽ അറിവല്ലാതെ ഒന്നുമില്ല, വേറെ ഒന്നും. അറിവ് എന്ന കൃതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 15 ശ്ലോകങ്ങളുണ്ട്. ഓരോ വരിയും അറിവ് അറിവ് അറിവെന്ന് തുടങ്ങുന്നു, അല്ലെ? നമ്മളെല്ലാവരും അറിവാണെന്നാണ് ഗുരു പറഞ്ഞത്. അറിവതു നാം അതു തന്നെ മറ്റുമെല്ലാവരും അതു താൻ വടിവാർന്നു നിന്നിടുന്നു എന്നല്ലേ പറഞ്ഞത്. ചിലരൊക്കെ പറയാൻ കേൾക്കാൻ പറയും, ഗുരു പറഞ്ഞിട്ടില്ലേ ഗുരു അറിവാന്ന്. അപ്പൊ നമ്മളാരാ? ഗുരു അങ്ങനെയല്ല പറഞ്ഞു. ഗുരുവിന്റെ അതായത് ഗദ്യപ്രാർത്ഥനയുടെ വിശദീകരണമാണ് ആത്മോപദേശിച്ചത്. ഗദ്യപ്രാർത്ഥന 1893 രചിക്കുന്നു. അത് 93, 94 എന്ന് 2 വർഷം കൊലത്തുകര സ്മരണികയിൽ കാണുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ച് അവിടെയുള്ളവരോട് ചോദിച്ചിരുന്നു. അതായത് പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ രാമൻ മുതലാളി വന്നിട്ട് ചോദിക്കുന്നത്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരാൻ പറ്റാത്തത് കൊണ്ട്, പ്രതിഷ്ഠാവേളയിൽ വരാൻ പറ്റാത്തത് കൊണ്ട് ക്ഷമാപണവും പറഞ്ഞുകൊണ്ട്, എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസമില്ല, എനിക്ക് ഞങ്ങളെ പോലെയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന തരണം എന്നാണ് ആവശ്യപ്പെട്ടത്, അല്ലെ? അപ്പോ അവിടെ ഈ
കുളത്തൂർ കോലത്തുകരയിൽ വെച്ച് ഗദ്യപ്രാർത്ഥന രചിച്ചതിന് ശേഷം 1996 ആത്മോപദേശ സംഘം രചിക്കുന്നത്. 93 കഴിഞ്ഞ് 96 ആത്മോപദേശ സംഘം രചിക്കുമ്പോൾ ഗദ്യം, നിങ്ങൾ ഇനിയൊന്നെടുത്ത് ഈ കണ്ണുകൊണ്ടൊന്ന് നോക്കി നോക്കൂ സാറേ, ഇനി ഈ കണ്ണുകൊണ്ടൊന്ന് നോക്കൂ. ഓരോന്നിന്റെയും വിശദീകരണം ആത്മോപദേശ സംഘത്തിൽ കിടപ്പുണ്ട്. നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറഞ്ഞിട്ട് ഗുരു പറയാ, അറിവതു നാം അതു തന്നെ മറ്റുമെല്ലാവരും അതുതാൻ അടിവാർന്നു നിന്നിടുന്നു എന്നാ ഗുരു പറഞ്ഞത്. അത് ഓരോന്നിനും, ഓരോ ശ്ലോകങ്ങൾക്കും നമുക്ക് ആത്മോപദേശ സംഘത്തിൽ അതിന്റെ വ്യാഖ്യാനം കിടക്കുക. ആ കുഞ്ഞ് ദൈവം എന്താ പറയാ, ഗദ്യോപനിഷത്ത് തന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് ആത്മോപദേശ സംഘത്തിലൂടെ ഗുരു. ഇനി ആ കണ്ടുവെച്ച് ഓരോ കുഞ്ഞ്, നിങ്ങൾ ഇപ്പോ സാറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഗദ്യപ്രാർത്ഥനയുടെ പാഠങ്ങൾ കിട്ടി, ഒരു വരി എടുത്തു വെച്ചിട്ട് അതിൽ ആത്മോപദേശ ശതകത്തിൽ ഇതിന് വിശദീകരിക്കുന്ന വരികൾ ഏതൊക്കെ ഇന്നൊന്ന് വെറുതെ കണ്ടുപോകും. അറിവ് വെച്ച് എത്ര ശ്ലോകങ്ങൾ ഗുരു ആത്മോപദേശ ശതകത്തിൽ എഴുതിയിട്ടുണ്ട്. ഹോംവർക്കാണ്. അറിവ് എന്ന വാക്ക് വെച്ച് ആത്മോപദേശ ശതകത്തിൽ എത്ര ശ്ലോകങ്ങൾ ഗുരു രചിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നോക്കി തന്നെ പോകണം. അപ്പോ ഇവിടെ യോഗവാസിഷ്ഠാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ അതായത് ഭക്തി കൊണ്ടാണ്, ജ്ഞാനമാണ് ഭഗവാൻ ആരാധന ചെയ്യേണ്ടത്. അപ്പോൾ ഈശ്വരനെ ശ്രദ്ധിച്ച്, ഈശ്വരനെ ആരാധന ചെയ്യേണ്ടതോ പൂജിക്കേണ്ടതോ അല്ല, എന്നെ ഇവിടെ ഓടിക്കരുത്, മറിച്ച് അറിയേണ്ടതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈശ്വരനെ ആരാധനയും പൂജയും ഒക്കെ അറിയുന്നതിന്റെ ഭാഗമായി വരുന്ന ഉപാധികൾ മാത്രമാണ് ഈശ്വരനെ. അറിവാണ് ഈശ്വരൻ. ഗുരു അതങ്ങനെ പറഞ്ഞു തന്നെ. അറിവാണ് ഈശ്വരൻ. എന്നിലും നിന്നിലും ഒക്കെ ഇരിക്കുന്ന ജ്ഞാനമാണ് സച്ചിദാനന്ദം. സത്ത് എന്ന് പറഞ്ഞ ഉണ്മ, ചിത്ത് എന്ന് പറഞ്ഞ ബോധം, ആനന്ദം, സത്തും ചിത്തും ചേർന്ന് പ്രതീതമാകുന്ന സുഖ ദുഃഖാദികളെല്ലാം ഈ ആനന്ദ പരിധിയിൽ പെടുന്നതുമാണ്. ഞാൻ ദാർശനികമായ ഭാഗങ്ങളിലേക്ക് അധികം പോകണ്ടെന്ന് സ്വാമി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഈശ്വരൻ അറിവാണ്, ഈശ്വരനെ അറിയേണ്ടതാണ്. പൂജിച്ചും ആരാധന ചെയ്തും നമ്മൾ കടന്നു പോകുക അല്ലേ? ഒരു മഹാസത്യത്തെ, മഹാബോധസ്വരൂപനെ പുഷ്പങ്ങളിട്ട് പൂജിച്ച് പ്രാർത്ഥന ചൊല്ലി മാത്രം കടന്നു പോകുമ്പോൾ അവിടുന്ന് 64ഓളം കൃതികളിലായിട്ട് നമ്മുടെ ജന്മ ദുഃഖങ്ങൾക്കുള്ള പരിഹാരം തന്നിട്ടുണ്ട്. നീ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്താണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ഗുരു നമുക്ക് വളരെ ഭംഗിയായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഭാഗവതം, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഭാഗവതത്തിലെ 3 തരത്തിലുള്ള ഭക്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതമൊക്കെ വായിക്കുന്നവർ അതൊന്നെടുത്ത് നോക്കുക കേട്ടോ. പ്രാകൃതം, മധ്യമം, ഉത്തമം. ഈ ക്ഷേത്രങ്ങളോടൊക്കെ അനുബന്ധിച്ച് ഭാഗവത വിശദീകരണം നടത്തുന്നവരുണ്ടല്ലോ, കൂടുതൽ പറഞ്ഞു കൊടുക്കില്ല. കാരണം എന്താണെന്നറിയോ, അമ്പലത്തിൽ ആള് വന്നില്ലെങ്കിലെന്ന് വിചാരിച്ചിട്ട് കറക്റ്റായ കാര്യം പറയില്ല. കറക്റ്റായ കാര്യമാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. നിങ്ങൾ അമ്പലത്തിൽ പോകണം. കാരണം ക്ഷേത്രങ്ങള്, ഗുരു എന്തിനാ ക്ഷേത്രങ്ങൾ നമുക്ക് തന്നെ? ആത്മീയതയെ പ്രോജ്വലിപ്പിക്കേണ്ട ഇടങ്ങളാണ് ക്ഷേത്രങ്ങള് അല്ലെ? അവിടെയൊക്കെ നമ്മൾ പോകണം, പോകണ്ടെന്നല്ല. പക്ഷെ ഭക്തി, സത്യം അറിഞ്ഞ് ഭക്തി ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. സത്യം അറിയണം, എന്താണ് ഈശ്വരൻ എന്നറിയണം. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇട്ടിട്ട് പോകും അല്ലേ? കുറെയൊക്കെ പ്രാർത്ഥിച്ച് കിട്ടാണ്ടാവുമ്പോൾ ഇട്ടിട്ട് പോകും. കാരണം നമ്മുടെ ഈ ശരീരത്തിൽ വന്നിരിക്കുന്ന കുറെ കാര്യങ്ങള് പ്രാരബ്ധമായി ഈ ശരീരം വന്നിട്ടുണ്ട്. നമ്മൾ ആരെയും പരാതി പറയുന്നത് അവര് കാരണമാണ് എനിക്കിങ്ങനെ വന്നത് എന്ന് ഒരിക്കലും പറയുന്നു. കാരണം എന്താന്ന് പറയട്ടെ, വിധി വരച്ചത് മാറ്റി വരാൻ പണി പ്രതിവിധിക്കുമകറ്റരുതായത്. നമ്മുടെ ശരീരത്തിൽ വിധിച്ചു വെച്ചിരിക്കുന്ന പ്രാരബ്ധം ക്രിയാകലാപങ്ങളില്ലാതെ, പരാതികളില്ലാതെ അനുഭവിച്ച് തീർത്തിട്ടുണ്ടല്ലോ. ഭഗവാന്റെ മുമ്പിൽ അങ്ങ് സമർപ്പണം ചെയ്ത് പിന്നെ നമുക്ക് ദുഃഖമില്ല. നുള്ളി എടുത്തിട്ട് പൊക്കോളും, നുള്ളിക്കൊണ്ട് പോകും ദുഃഖം. പിന്നെ നമ്മുടെ മുന്നിൽ വന്നിരുന്ന ദുഃഖം നമുക്കൊരു ദുഃഖമേ അല്ല. കാരണം ഇതൊക്കെ അനുഭവിക്കാൻ ഭഗവാൻ തന്നത് ഭഗവാൻ തന്നെയാണ് എടുക്കേണ്ടത്, ഞാനല്ല അല്ലേ? അങ്ങോട്ട് വെച്ചു കൊടുത്തേക്ക് സ്വസ്ഥമായിരിക്കുക, സമാധാനപരമായിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇപ്പോ മഹാഭാരതമൊക്കെ പറയുമ്പോൾ ഏറ്റവും ക്രൂരനായ കഥാപാത്രമാണ് ദുര്യോധനെ നമ്മൾ പറയും അല്ലെ? അനീതികളും അധർമ്മവും ഒക്കെ കുറെ ചെയ്താൽ ഒരുവനാണ്. പക്ഷെ
ദുര്യോധനൻ പറയുന്ന എന്താ? ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി. എനിക്ക് ധർമ്മം എന്തെന്നറിയാം, പക്ഷെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റണില്ല. ജാനാമി അധർമ്മം നജമേ നിവൃത്തി. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റണില്ല. കേനാപി ദേവേന ഹൃദിസ്ഥിതേന. ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഏതോ ഒരു ചൈതന്യം യഥാ നിയുക്തോസ്മി, എന്തൊക്കെയോ എന്നെ കൊണ്ട് നിയോഗിപ്പിക്കുന്നു, തഥാ കരോമി, ഞാൻ അതുപോലെ ചെയ്യുന്നു എന്നാ പറഞ്ഞു. നമ്മൾക്ക് വന്നിരിക്കുന്നത് ഒരു പ്രകൃതിയുടെ ഭാഗമായിട്ടാണ്. ആ പ്രകൃതിയിലുള്ള കൃതി നടക്കുമ്പോൾ നമ്മൾ അതിനാരോടും പരാതിപ്പെടേണ്ട. ഈ ജന്മത്തിൽ നമുക്ക് വന്നിരിക്കുന്ന ഭാര്യ, മക്കൾ, നമ്മുടെ സുഹൃത്തുക്കള് എല്ലാം തന്നെ നീ വാസനാന്വിതമായി കൂട്ടിക്കൊണ്ടുപോയതാണ് നിന്റെ ജീവിതത്തിൽ വന്നിരുന്നത്. നീ പ്രാർത്ഥിക്കുന്ന ആരാധനാമൂർത്തികൾ മുതൽ സത്സംഗം വരെ നീ കൂട്ടിക്കൊണ്ടുപോയതായി ഇപ്പൊ നിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു, അല്ലെ? ഇരുളടഞ്ഞ മനസ്സ് മാത്രമായിട്ടുള്ള മനുഷ്യ സമൂഹം കൊണ്ട് ഇന്ന് ഞാൻ വല്ലാതെ എന്താ പറയാ, ഇങ്ങോട്ടുള്ള യാത്രയില് കുറച്ച് സമയം കൂളായിട്ടിരുന്ന് ഇങ്ങനെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് 2 പോലീസുകാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ എന്താ കയ്യിലുണ്ട്, വിലങ്ങിട്ടിട്ടുണ്ട്, ഇരിക്കുന്നുണ്ട്, വിലങ്ങിട്ടിട്ടുണ്ട് കയ്യിലെ. എവിടെ കൊണ്ടുപോകാനുള്ള ഒന്ന് യൂട്യൂബിലേക്ക് ഒന്ന് ഇടല്ലേ കേട്ടോ. എവിടെ അദ്വൈതിയായ ഗുരു, ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ ഗുരു പല ദൈവങ്ങളെ എന്തിനാ തന്നെ, എന്തിനാണ് പല ദൈവങ്ങളെ സ്തുതിക്കാൻ പ്രാർത്ഥന തന്നത് എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരമാണ്. അതായത് പലരും ഭക്തന്മാരുടെ ആഗ്രഹം അനുസരിച്ച പ്രതിഷ്ഠിച്ചു കൊടുത്തേക്കുന്നത്. ഗുരുവിന്റെ ഇഷ്ടത്തിന് പ്രതിഷ്ഠിച്ച 2 പ്രതിഷ്ഠകളേ ഉള്ളൂ. അതേതാണ്? ഒന്ന് അരുവിപ്പുറത്തെയും ഒന്ന് ശിവഗിരി ശാരദാ പ്രതിഷ്ഠയും. ബാക്കിയെല്ലാം ഭക്തന്മാരുടെ നിർദ്ദേശവും ആവശ്യപ്രകാരം രചിച്ചു കൊടുക്കുക. പക്ഷെ മുരുക്കുമ്പുഴ വന്നപ്പോൾ അവിടെ നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരണ്ടല്ലേ, മുരുക്കുമ്പുഴ പോയിട്ടുള്ളവരല്ലേ? ഫലകമുണ്ട്, ഓങ്കാരമുണ്ട്, അതിന്റെ ചുറ്റും എന്ത് എഴുതി വെച്ചു? സത്യം, ധർമ്മം, ദയ, ശാന്തി. ഇതുപോലെ വിഗ്രഹം പ്രതിഷ്ഠിച്ച ഒരു ഗുരുവിനെ ലോകത്തുണ്ടോ? ഭഗവാനെ അവിടത്തേക്ക് അറിയാൻ, അവിടത്തെ അറിയാതെ ജീവിതത്തിന്റെ ഏതെങ്കിലും കാലം കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുക. സത്യം, ധർമ്മം, ദയ, ശാന്തി, അല്ലെ? സത്യമാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നണമേ. ഞങ്ങൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയെല്ലാം പഠിപ്പിക്കുന്നത് സത്യം ഈശ്വരനാണെന്ന് പഠിപ്പിച്ചെന്ന ഗുരുവാണ്. സത്യധർമ്മങ്ങൾ വെടിഞ്ഞ് ജീവിക്കരുത്, പുറമേ സത്യസന്ധനായ പോരാ എന്നെല്ലാവരും പുറമേ നല്ല ട്രൂത്ത്ഫുള്ളാണ്. പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോഴും അവനവന്റെ ഉള്ളിൽ സത്യത്തിൽ അധിഷ്ഠിതമായി ഒരു ചിന്തയും ജീവിതവും ജീവിക്കാൻ ആർക്ക് പറ്റുന്നോ അവിടെ ദൈവമുണ്ട്, അവൻ ദൈവമാണ്. സത്യം ദൈവമാണെന്ന് പറഞ്ഞു തന്നു. സത്യധർമ്മങ്ങൾ നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിന് പറ്റിയ പ്രതിഷ്ഠയാണ് സത്യം. പിന്നെ പറയുന്നത് ധർമ്മമാണ്. ഗുരു പറയാണ് ഈ ധർമ്മം എന്നൊരു ഒറ്റ കൃതി ഗുരു രചിച്ചു തന്നിട്ടുണ്ട്. ശ്രീനാരായണ ധർമ്മത്തിലും ധർമ്മത്തിന് നല്ല നിർവചനം തന്നിട്ടുണ്ട്, അല്ലെ? ശ്രീനാരായണ ധർമ്മത്തിലെ ഏത് ശ്ലോകാന്ന് ഓർമ്മയുണ്ടോ? ധർമ്മത്തിന് നല്ല നിർവചനം. ധർമ്മയേവഹി ശ്രോതവ്യഃ അബോധവ്യോ മന്തവ്യോ കർമ്മകോടിഷു അനുഷ്ഠേയ ഉപദേഷ്ടവ്യോ ധർമ്മോ ലോക പ്രവർത്തക. ഗുരു പറഞ്ഞതാണ് ധർമ്മമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറിയേണ്ടത് ധർമ്മമാണ്. അറിഞ്ഞാൽ പോരാ, മനസ്സിലാക്കണം. മനസ്സിലാക്കിയ പോരാ, അത് അനുഷ്ഠിക്കണം. അനുഷ്ഠിച്ചിട്ട് വേണം അത് ഉപദേശിക്കാൻ. ധർമ്മം അറിയണം, മനസ്സിൽ ഉറപ്പിക്കണം, അതനുസരിച്ച് ജീവിക്കണം, എന്നിട്ടേ പറയാൻ പാടുള്ളൂ. ഗുരു അതായിരുന്നു. സ്വന്തം ജീവിതവും സ്വസന്ദേശവും ഒരുപോലെ ചേർത്ത് വെച്ചു. എല്ലാവരും എല്ലാ മതങ്ങളും സമബുദ്ധിയോടെയും സമഭക്തിയോടെയും പഠിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത്. നാം സ്ഥാപിക്കുന്ന ധർമ്മസംഘത്തിൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കാനുള്ള വ്യവസ്ഥ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഗുരു അത് പറഞ്ഞത്, അല്ലെ? പ്രവർത്തിച്ചു പോയ ഋഷീശ്വരന, അറിഞ്ഞു പോയതല്ല.
ഗുരു ഒന്നും പറഞ്ഞിട്ടില്ല, ഗുരു എല്ലാം പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആശാൻ പറഞ്ഞത് ആരാധ്യൻ അതോർത്തിയിടുകിൽ ഞങ്ങൾക്ക് വിടുന്ന നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നമ്മൾ അറിയാതെ പോയി ഗുരുവിനെ, അല്ലെ? ഗുരു അറിഞ്ഞുകൊണ്ട് ചങ്ക് തുറന്ന് വെച്ച് പാടിയതാണ്, ആശാൻ എഴുതിയതാണ്. ഓരോ അക്ഷരമണികളും ആ ഗുരുവിനോടുള്ള ഭക്തി അലിഞ്ഞ് ചേർന്നിരിക്കുന്നു ഗുരുസ്തവത്തില്. ഇതുപോലെ ഒരു സ്തവം എഴുതാൻ ആർക്കാ സാധിക്കുക? കുമാരനാശാനല്ലാതെ, അല്ലേ? അപ്പൊ അങ്ങനെ ഈ ഗുരുവിനെ നമ്മൾ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാണ്, ഭഗവാന്റെ കൃതികളിലൂടെയൊക്കെ കടക്കുമ്പോഴാണ് നമുക്ക് ഗുരുവിനെ കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കുക. അപ്പൊ സത്യം പറഞ്ഞു, ധർമ്മം പറഞ്ഞു, പിന്നെ അടുത്ത എന്താ? ദയ. ഇന്നിപ്പോ നമ്മള് ചുമ്മാ നടന്നു പോവാണ്. ഒരല്പം കരുണയുള്ള ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിലേക്ക് വന്നു പെടുകയാണെങ്കിൽ ഇത് കാണാനുണ്ടോ? എവിടെ ചെന്നാലും കാണാനുണ്ടോ? കുറച്ച് ആധ്യാത്മികത ഉള്ളിലുള്ള മനുഷ്യർക്ക് മറ്റുള്ളവരെ ഒന്ന് കേൾക്കാനോ, ഒരു കുഞ്ഞ് കരഞ്ഞോണ്ട് നിന്ന് എന്തിനാ കരയണമെന്ന് ചോദിക്കാൻ പോലും നമുക്ക് സമയമില്ല. മരിച്ചു കിടക്കുവാണെങ്കിൽ കാലം നേരെ അപ്പുറത്ത് കടന്നു പോവുമോ? എന്റെ എല്ലാ ദുഃഖം, എന്റെ ദുഃഖമല്ല, ഞാൻ എന്തിനു കരയും, അല്ലെ? സ്വാർത്ഥതയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ സ്നേഹവും ദയയും സത്യമൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നാം നടന്നെടുക്കുന്നത് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗുരു സത്യത്തെ പ്രതിഷ്ഠിച്ചു, ധർമ്മത്തെ പ്രതിഷ്ഠിച്ചു, ദയയെ പ്രതിഷ്ഠിച്ചു, അനുകമ്പാതിശതയെ, അതായത് അനുകമ്പയെ ഗുരു ദൈവമായിട്ട് അവിടെ പറഞ്ഞത്. ഈശ്വരനോടുള്ള സ്നേഹത്തിന്റെ ഇതര കൂടിയാണ് അനുകമ്പ. അമ്പലത്തിൽ പോകുന്നവന് അനുകമ്പ ഇല്ലെങ്കിൽ ഈശ്വരന ഭക്തനാണെന്ന് പറയാൻ പറ്റില്ല. സഹജീവികളോടുള്ള അനുകമ്പയുടെ രൂപത്തിൽ പ്രകടമാകാത്ത ഈശ്വര ഭക്തി ഭക്തിയല്ല. നീ 24 മണിക്കൂർ അമ്പലത്തിലൊന്നും ഇരിക്കണ്ട. നിന്റെ മുന്നിൽ വരുന്ന ഒരാളുടെ ആവശ്യങ്ങൾ കണക്കാക്കുക, മനസ്സിലാക്കുക. അങ്ങനെയുള്ളൊരു മനസ്സ് നിന്നിലേക്ക് വന്നാൽ നീ ഈശ്വരനാണ്. നമ്മുടെ ഉള്ളിൽ നിറയേണ്ട ഭാവങ്ങളാണ് അതൊക്കെ. ഈ ഭാവമാണ് ഈ ഗുരു നമ്മളിലേക്ക് നിറയ്ക്കാൻ നോക്കിയത്. പക്ഷെ നമ്മളിതെല്ലാം സ്വീകരിച്ചോ? നിങ്ങൾ പറ, സ്വീകരിച്ചോ? കുമ്പഴക്കാര് സ്വീകരിച്ചില്ല. അലങ്കാരത്തിനൊക്കെ മേടിച്ചു വെക്കും ഗുരു നമുക്ക് സത്യം, ധർമ്മം, ദയ, ശാന്തി ഒക്കെ തന്നു. പക്ഷെ അതിന്റെ അപ്പുറത്ത് എന്ത് വന്നു? എല്ലാരും ഉണ്ട്, അല്ലെ? അതിന്റെ അകത്ത് കയറ്റി രൂപങ്ങളൊക്കെ വെച്ചു, പുറത്തുമൊക്കെ കുറെ വെച്ചു. എന്നിട്ട് ചോദിച്ച് നടക്കുക, പ്രാകൃതനാണ് നാം, പ്രാകൃതൻ, അല്ലെ? ലോക ജീവിതം തീരുന്നത് വരെ ഭഗവാനോട് ഭൗതിക ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നവനെ പറയുന്ന പേരാണ് പ്രാകൃതൻ, അല്ലെ? തന്നിലിരിക്കുന്ന ദൈവാംശത്തെ ഒന്ന് കണ്ണുള്ളിലേക്ക് നട്ട് അറിയാൻ പോലും കൂട്ടാക്കാതെ ഇങ്ങനെ ഓടി നടക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് അധ്യാത്മശാസ്ത്രങ്ങൾ ഭക്തിയെ പറഞ്ഞു തന്നത്, ഗുരു പറഞ്ഞു തന്നത്. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഗുരു നമുക്ക് ഭക്തൻ ആരാണെന്ന് നല്ല നിർവചനം തന്നിട്ടുണ്ട്. അത് ആർക്ക് പറയാം? ആരാണ് ഭക്തൻ? ഏത് കൃതിയിൽ ഭക്തന്റെ നിർവചനം ഉണ്ട്? ഭക്തി ദർശനത്തിൽ 3-4 ശ്ലോകമാണ്. 3-ാമത്തെയോ 4-ാമത്തെയോ ശ്ലോകമായി വരും. ഭക്തൻ ആരാണ് എന്നറിയോ? വായിച്ചിട്ടുണ്ടല്ലേ? ആനന്ദോഹമഹം ബ്രഹ്മാത്മാഹമസ്മീ നിരൂപതഃ ഭാവന സതതം വേശ്യ സഭക്തൈതി വിശ്രുതഃ. ഞാൻ ആനന്ദമാണെന്ന്. ഇപ്പൊ എന്നോടൊപ്പം നിന്റെ ടീച്ചർ എല്ലാ ദുഃഖമാണ് ജീവിതത്തിൽ, നീ ആനന്ദമാണെന്ന് ഞാൻ എങ്ങനെ വിചാരിക്കുക? നമ്മുടെ സ്വരൂപം ആനന്ദമാന്നേ. ദുഃഖം നമ്മൾ ജന്മാന്തരങ്ങളായി കൊണ്ടുപോയ വാസനയിൽ നിന്ന് വന്നതാ. ഭഗവാന് ദുഃഖമൊന്നുമില്ല. ഭഗവാനെ ഉള്ളിൽ നിറച്ചു വെച്ചേക്ക കൽപ്പവൃക്ഷക്കനിയെ, അതിന് ആനന്ദമുണ്ട്. അവിടെ നിന്ന് എടുക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ആനന്ദമാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണെന്ന് ആരാണോ നിരന്തരം ഭാവന ചെയ്യുന്നത് അവനാണ് ഭക്തൻ. ഇതിനെ നമ്മൾ എങ്ങനെ എടുക്കണമെന്ന് പറയട്ടെ. നമുക്ക് ഇതിനൊന്നും കെൽപ്പില്ല. ഇങ്ങനെ പോകാനുള്ള ശക്തിയല്ല നമുക്ക്. ഞാൻ ആനന്ദമാണെന്ന് പറയാൻ പറ്റും. ഞാൻ ദാക്ഷായണിയാണ്, എനിക്ക് 2 കുട്ടികളുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് ഇത്രയേറെ കടമുണ്ട്, എനിക്ക് ഇത്രയേറെ ജീവിത ദുഃഖങ്ങളുണ്ടെന്നാ നമ്മൾ പറയാറ്, അല്ലേ? ഞാൻ ദുഃഖമാണെന്ന് പറയാറ്. പക്ഷെ ധരിക്കണം, ഈ ദുഃഖം
ചെയ്തു കൂട്ടി ജന്മാന്തരങ്ങളായി കൊണ്ടുവന്നിട്ടുള്ള ജന്മങ്ങളിൽ നിന്നും സത്യമറിയാതെ ജീവിച്ച് ആർജിച്ചെടുത്ത കർമ്മവാസനകളാണ് നിന്റെ ദുഃഖം. നീ ആരെങ്കിലും പഠിക്കുമോ അവരുടെ ദുഃഖത്തിന്? അവനെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ തൊലഞ്ഞു പോയെന്ന് പറയുമോ? നിന്റെ മുന്നിൽ തന്നെ വരേണ്ടതാണ്, അല്ലേ? മറ്റാർക്കും വരേണ്ടത്. അപ്പൊ അതെല്ലാം നമ്മളിലേക്ക് ചേർത്ത് വെക്കപ്പെട്ടതിനെ, ഈശ്വരൻ ചേർത്ത് വെച്ചതിനെ സദയം സ്വീകരിച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാം ഭഗവാൻ തന്നെ എടുത്ത് സമർപ്പിച്ചേക്കുക. ഒരിക്കലും നമ്മൾ തകർന്നു പോകില്ല അങ്ങനെ ചെയ്താൽ. ഏത് ദുഃഖത്തിൽ നിന്നും നമ്മളെ ഭഗവാൻ ഇങ്ങനെ കരകയറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളത് ധൈര്യമായി നേരിടണേ ഉള്ളൂ, അല്ലെ? തകർന്നു പോകരുത്, അത്രേ ഉള്ളൂ. അപ്പോ ഇനി സത്യം, ധർമ്മം, ദയ, ശാന്തി തന്നിട്ട് പിന്നെ ഒരു വ്യതിയാനം വരാൻ എവിടെയാണെന്നറിയോ? തൃശ്ശൂർ കാരമുക്ക് വന്നപ്പോ പ്രതിഷ്ഠയൊക്കെ മാറി എന്ത് വെച്ചു? വിളക്ക് വെച്ചു. കർഷക തൊഴിലാളികളും പാവപ്പെട്ട ജനവിഭാഗങ്ങളും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങള് ഒന്നും അറിയില്ല, അന്ധവിശ്വാസത്തിന്റെ പിടിയിൽ അമർന്നു പോയ ജനവിഭാഗങ്ങളുടെ മുന്നിലേക്ക് ഗുരു നടന്നു വരുന്നുണ്ട്. അടിയങ്ങൾക്കും വേണം ഭഗവാനെ, ദൈവത്തിനെ എന്ന് പറയുമ്പോൾ ഗുരു പറയാ 3 കവരയുള്ള വിളക്ക് കൊണ്ടുവരാൻ. എന്നിട്ട് വിളക്ക് വെച്ചിട്ട് അത് തെളിയിച്ചിട്ട് ഗുരു എന്താ പറഞ്ഞത്? വെളിച്ചം വരട്ടെ, ഇരുട്ട് പോട്ടെ, അല്ലെ? അപ്പൊ ഉള്ളിലുള്ള ഇരുട്ടാണ് പോകേണ്ടത്, അവിടെയാണ് വെളിച്ചം വീശേണ്ടത്. 1000 വിളക്കുകൾ പുറത്ത് തെളിച്ച് വെച്ചിട്ടും ഒരു പ്രയോജനമില്ല, അകം ഇരുട്ടാണെങ്കിൽ, അല്ലെ? അപ്പൊ അകത്താണ് വെളിച്ചം വരേണ്ടത്. അകത്ത് വെളിച്ചം വെച്ചിട്ട് പുറത്ത് ഇരുട്ട് തേടി നടക്കുന്നവരാണ്, അല്ലെ? ഇത് കടച്ചു നോക്കി, അകത്ത് വെളിച്ചിരിപ്പുണ്ട്, എന്നിട്ട് പുറത്തൊക്കെ പോയി നമ്മൾ എന്ത് ചോദിച്ചോണ്ടിരിക്കും? പുറത്ത് തേടുന്നത് ഇരുട്ടാണ്, അകത്ത് മാത്രമാണ് വെളിച്ചമുള്ളത്. ആ വെളിച്ചത്തെ പ്രോജ്വലിപ്പിക്കുക. പുറത്ത് തേടി നടക്കുന്നത് ഇരുട്ടാണ് എന്നുള്ളത് സത്യമായ കാര്യമാണ്. അപ്പോ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ചിത്തപ്രസാദമാണ്. അവനവന്റെ മനസ്സിന്റെ ആ സ്ഥിതിയെ അറിഞ്ഞ് ആത്മീയതയെ പ്രോജ്വലിപ്പിക്കുന്നതിനാണ് പ്രഭാഷണങ്ങളെല്ലാം നമ്മൾ കേൾക്കേണ്ടത്. പിന്നെ അവസാനം എത്തുമ്പോഴത്തേക്ക് എന്തിനാണെന്നറിയോ ഞാൻ ഈ പ്രതിഷ്ഠയിലൂടെ ഒന്ന് കടന്നുപോയത്? ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും 2 പേർ